BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. കേരളം യു.ഡി.എഫിനൊപ്പം എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടെ ആവേശത്തിലായിരിക്കുകയാണ് യു.ഡി.എഫ് ക്യാമ്പുകൾ. അതേസമയം സൈബറിടങ്ങളിൽ എക്സിറ്റ് പോളുകളെ തള്ളി പറയുകയാണ് ഇടതുപക്ഷം. ഒരു സർവേയിലും ഭരണ തുടർച്ച പ്രവചിക്കാത്തത് ഇടതുപക്ഷത്തിന് ആശങ്ക കൂട്ടുന്നുമുണ്ട്. എന്നാൽ ഒന്നിലധികം സീറ്റുകൾ നേടുമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പിയും. യു.ഡി.എഫ് 90 സീറ്റ് വരെ നേടുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം. 9 ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വന്നിട്ടുള്ളത്. എക്സിറ്റ് പോൾ പറയാതെ പറയുന്നത് എൽ.ഡി.എഫിന്റെ സാധ്യതകളാണെന്നും സംസ്ഥാനത്ത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണ്ടും വരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എക്സിറ്റ് പോളുകൾ ഭരണവിരുദ്ധ വികാരം ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും അനുയോജ്യനായി കാണിക്കുന്നത് പിണറായി വിജയനെയാണെന്നും പറയുന്നു. ഈ രണ്ട് കാര്യങ്ങളും കാണിക്കുന്ന എക്സിറ്റ് പോളിന്റെ ഉള്ളറകൾ LDF അധികാരത്തിൽ വരുമെന്ന സൂചനയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തങ്ങൾ എക്സിറ്റ് പോൾ സർവേയിലല്ല വിശ്വസിക്കുന്നത്, ജനങ്ങളിലാണ്. അതിന്റെ ഫലം 4-ാം തീയതി വസ്തുതാധിഷ്ഠിതമായി വ്യക്തമാക്കും. കേരളത്തെ സംബന്ധിച്ച് തങ്ങൾക്ക് ഒരു പേടിയുമില്ലെന്നും ഭരണവിരുദ്ധ വികാരമില്ലെന്നും കാര്യം ഇടതുമുന്നണിക്ക് നല്ല സാധ്യത കൽപ്പിക്കുന്നതാണെന്നും പറഞ്ഞു. BJPക്ക് 16 സീറ്റുകൾ വരെ കിട്ടുമെന്ന് പറയുന്നത് എന്ത് സർവേയാണെന്നും ചോദിച്ചു. BJP ഇത്തവണയും കേരളത്തിൽ സീറ്റ് പിടിക്കില്ലെന്നും പറഞ്ഞു. UDF ജയിച്ചേ അടങ്ങുള്ളൂ എന്ന് വെച്ചിരിക്കുന്ന ചില മാധ്യമങ്ങളുടെ സർവേയാണ് UDFിനെ അധികാരത്തിൽ കയറ്റുന്നതായി കാണിക്കുന്നുവെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. അതേസമയം എക്സിറ്റ് പോൾ തള്ളുന്നുവെന്ന മുതിർന്ന CPM നേതാവ് AK ബാലൻ പറഞ്ഞു. കേരള സർക്കാരിനെതിരായ വികാരമില്ലെന്നും ഭരണവിരുദ്ധ വികാരമില്ലെന്നും AK ബാലൻ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ BJP ഒറ്റ സീറ്റ് പോലും നേടില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കൂടോത്രം നടത്തുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ലീഗിന്റെ അജണ്ട ലീഗ് തന്നെ തീരുമാനിക്കണം, പുറത്തു നിന്നുള്ളവർ അതിൽ കൈകടത്തരുതെന്ന് തന്നെയാണ് താല്പര്യമെന്നും AK ബാലൻ പറഞ്ഞു. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു AK ബാലൻ. കൂടാതെ അതേസമയം എക്സിറ്റ് പോളുകൾ കാര്യമാക്കുന്നില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പ്രതികരിച്ചു. നേരത്തെയും തെറ്റിയിട്ടുണ്ടെന്നും ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ചയുണ്ടാകുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. സംസ്ഥാനത്ത് UDFിന് അനുകൂലമായ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിട്ടില്ല. പകുതിയിലധികം ന്യൂനപക്ഷ വോട്ടർമാരുള്ള മണ്ഡലത്തിലാണ് താൻ മത്സരിക്കുന്നത്. ബേപ്പൂരിൽ സർവകാല റെക്കോർഡ് വോട്ട് നേടി LDF വിജയിക്കും. കോഴിക്കോട് ജില്ലയിൽ LDFിന് വീഴ്ചകൾ ഉണ്ടാകില്ല. വടകര താലൂക്കിൽ നേരത്തെ തന്നെ കുറഞ്ഞ വോട്ടാണ് ഇടതുപക്ഷത്തിന് കിട്ടിയതെന്നും ഇത് മനസ്സിലാക്കി തിരുത്തൽ നടത്തിയിട്ടുണ്ടെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. അതേസമയം സർവേകളിൽ മുന്നണിക്ക് ലഭിക്കുമെന്ന് പറയുന്ന സീറ്റുകൾക്ക് അപ്പുറമുള്ള ജനവിധി ഉണ്ടാകുമെന്നാണ് UDF നേതാക്കളുടെ വിലയിരുത്തൽ. UDF ഭരണം പിടിക്കുമെന്നാണ് പ്രമുഖ ഏജൻസികൾ പുറത്തുവിട്ട എക്സിറ്റ് പോളുകൾ. പരമാവധി 69 സീറ്റുകൾ വരെയാണ് LDFിനും സാധ്യത. UDF 71 മുതൽ 79 സീറ്റുകൾ വരെ നേടുമെന്ന് P-Mark ഏജൻസിയുടെ എക്സിറ്റ് പോൾ പറയുന്നു. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.